ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ഏട്ടൻ്റെ കല്യാണം അനുസരിച്ചിട്ട് വന്നതായിരുന്നു. അപ്പോൾ എന്താ, കല്യാണമൊക്കെ പെട്ടെന്നായിരുന്നു. ആരെയും അറിയിക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം അവരുടെ കല്യാണം കഴിഞ്ഞൊരു 5 മാസമൊക്കെ ആയി. രജിസ്റ്റർ മാരേജ് ആയിരുന്നു. അതങ്ങനെ ആർക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മിനിയാന്നൊക്കെ എല്ലാവർക്കും അറിഞ്ഞ സീനൊക്കെ ആയി. അങ്ങനെ ഇന്നലെ അവരെ വിളിച്ചുകൊണ്ട് വന്നതായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ വൈകുന്നേരം കഴിക്കാനും പുട്ടും കടലക്കറിയും ആയിരുന്നു. അപ്പോൾ അത് കഴിക്കുന്നുള്ളതാണ്. പിന്നെ ഇതാണ് ഏട്ടൻ്റെ വൈഫ്. അപ്പോൾ ഓള് ആദിക്ക് ഫുഡ് കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ആദിയും ഓളുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. കാരണം മുമ്പേ പരിചയമുള്ളത് കൊണ്ട് അവർ നല്ല കമ്പനിയാണ്. പിന്നെ അവിടെ കിയാരയും ഇങ്ങനെ നോക്കുന്നുണ്ട്, പപ്പയും. പിന്നെ ചായ കൊടുക്കണ്ടെന്നൊക്കെ പറയുന്നുള്ളതാണ്. ചായ കൊടുത്തിട്ട് ശീലിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യക്കായാലും ആർക്കായാലും. പിന്നെ അടുത്ത വീട്ടിലെ ആൻറ്റിയൊക്കെ ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ വൈഫ് അല്ലേ കിയാര. മാമി കൊടുത്തു. മാമി ടാറ്റയാ, മോള് ടാറ്റ. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നുള്ളതാണ്. എൻ്റെ ചീരു ഉണ്ട്. നമ്മളൊന്നിച്ച് ആദി ഹായ് അക്കാദി. റോഡ് ഇതുവരെ ശരിയായിട്ട് ഒരു മാസം ആവാനായിന്ന് തോന്നുന്നു റോഡ് പണി നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇതാ ഇവിടെ ഇങ്ങനെ കസേരയിൽ ഇരുന്നിട്ടുള്ളതാണ്. ഇനി ഉള്ളത് മതി എന്ന് പറയാൻ. മതിയാ? എനിക്കാണ്ട. മഞ്ജിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ സാധനമൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വരുന്നുള്ളതാണ്. ഓളുടെ കയ്യിൽ ആ മഞ്ച് കൊടുത്തതിൻ്റെ മഞ്ചിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുള്ളതാണ്. പോയി വന്നതിൻ്റെ ക്ഷീണം. ഇവളെന്തൊക്കെയോ സൗണ്ടൊക്കെ ആക്കുന്നുണ്ട്. പിന്നെ ആർക്കൊക്കെയോ ഇങ്ങനെ വെറുതെ ടാറ്റയൊക്കെ കൊടുക്കുന്നുള്ളതാണ്. പൂച്ച അത് പൂച്ച നോക്കുന്നേ. അപ്പോൾ ഞാൻ ഇന്നലെ കല്യാണത്തിൻ്റെ അല്ല, ഇവർ വീട്ടിലേക്ക് വരുന്ന ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ അത് സ്റ്റോറി ആയിട്ടും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസും പിന്നെ യൂട്യൂബിൽ ഷോർട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ടും മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്താ അമ്മ വിളക്ക് പിടിക്കാത്തതെന്ന്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അമ്മക്ക് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല, കാരണം എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ 12 മണിയാകുമ്പോൾ വീട്ടിൻ്റെ അകത്ത് കയറണം എന്നുള്ള ഒരു മുഹൂർത്തം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം പെട്ടെന്നായി. അമ്മ എന്തോ തിരക്കിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്നോട് മൂത്തമ്മൊക്കെ പറഞ്ഞു, നീ കൊടുക്ക് വിളക്കെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ കൊടുത്തത്. അപ്പോൾ കുറേ ആൾ വിചാരിക്കുന്നുണ്ടായി, എന്താ അമ്മയ്ക്ക് ദേഷ്യമായിരിക്കുമോ, പപ്പയും ആ വീഡിയോയിലില്ല, അമ്മയും ഇല്ല. അപ്പം അങ്ങനെയൊന്നുമല്ല. അവർ രണ്ടാളും നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ ഏട്ടൻ്റെ വൈഫിൻ്റെ വീട്ടിലാണെങ്കിൽ കുറച്ച് പ്രോബ്ലം ഉണ്ട്. അങ്ങനെ എല്ലാവരും ഓക്കെ ആയിട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് പോയി അവളെ കൂട്ടിയിട്ട് വന്നു, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വിചാരിച്ചു, നമ്മളിങ്ങോട്ട് ഓരോ നാട്ടിലും ഓരോ രീതിയാണല്ലോ. അപ്പോൾ അവരൊക്കെ വിചാരിച്ചു ചിലപ്പോൾ അനിയത്തി ആയിരിക്കും വിളക്ക് കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ വിചാരിച്ചവരും ഉണ്ട്. പിന്നെ റിലേറ്റീവ്സും പറഞ്ഞു, അമ്മ വിളക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഒരിത് ഉണ്ടാവുമായിരുന്നു. ഇതിപ്പോൾ അമ്മേനെ ആ വീഡിയോയിലും ശരിക്കും കാണുന്നുമില്ല. പിന്നെ ഞാൻ കൊടുത്തതിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. എന്നാലും ആൾക്കാരത് കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു.
അമ്പ വാ പറ അമ്പക്ക് ടാറ്റാക്കുന്നതാ അമ്പേ വാ പറ ബാ ബാ നിന്റെ മുടി വലിക്ക് നിന്റെ മുടി വലിക്ക് സെറ്റിലേക്ക് രാത്രി അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ.